ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാക്സ് വ്ളോഗർ ബാലു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് റേസി എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിമിൻ്റെ ഒക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ ഇത് ഫോണിലാണ് കളിക്കുന്നത്. ബ്ലോക്ക് റേസി എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു വീടിൻ്റെ ഒക്കെ ഫോട്ടോ കിട്ടും. ഒരു മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ സ്പെഷ്യൽ മോഡൽ സാധനമാണ്. അപ്പോൾ ഗൈസ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇതെവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗൈസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതെവിടെയാണ്? ഗൈസ് ഇത് ഞാൻ കുറേ ദിവസത്തെ കഷ്ടപ്പാടാണ്. ഇതിനകത്ത് ഫ്രീ ആയിട്ട് നമ്മൾ ഈ 3 കുത്തുള്ളതിനെ ആക്കി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഓരോ സാധനങ്ങളും കിട്ടും. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ എടുത്തതാണ്. ഇത്ര ഉണ്ടാക്കി ഗൈസ്. ഇത് നമുക്ക് പറക്കാൻ പറ്റും ഗൈസ്. ഇതാണ്ട് ഇത് സ്വിമ്മിങ്ങിൻ്റെ ആണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് ആദ്യം പോവാം. ഈ ഒരു 2 ആരോ കാണുന്നില്ലേ, അത് സ്പീഡിൻ്റെ ആണ് ഗൈസ്. സ്പീഡ് വരാനുള്ള ഗൈസ് ഇടയ്ക്കൂടെ പരസ്യമൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണ്. നമ്മൾ ഈ മുകളിലെ താരം ഞെക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും, തറയിലെ താരം ഞെക്കി കഴിഞ്ഞാൽ തറയിലേക്ക് പോകും. ഇതിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ഗ്ലാസ് ഒക്കെ വെച്ച് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ അടിയിൽ ആമയുണ്ട് ഗൈസ്, ആമ. ഇനി നമുക്കിനി ചെയ്യാനുണ്ട്, അതായിരിക്കും വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറക്കാനൊക്കെ പറ്റും. 2 പ്രാവശ്യം മുകളിലെ താരയിലേക്ക് ഞെക്കിക്കഴിഞ്ഞാൽ പറക്കാൻ പറ്റും ഗൈസ്. ഇന്നെൻ്റെ ഈ ഒരു ഈ ഒരു വീട് മൊത്തത്തിൽ ഒന്ന് ഹോം ടൂർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മൊത്തത്തിൽ ഒരു ടൂർ പോലത്തെയാണ് ഈ വീഡിയോ. അപ്പോൾ ഗൈസ് വേണ്ട, ഇതെൻ്റെ ഒരു ആർട്ടാണ്, കണ്ടോ ഗൈസ്. അത് വെള്ളത്തിൻ്റെ അടിയിൽ എന്തുവാ ബെഡ്, പക്ഷെ അതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല ഗൈസ്. പന്നിക്കുട്ടി എന്തുവാ മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ വേറെ വെർഷൻ തന്നെയാണ് ഗൈസ്. ബ്ലോക്ക് റേസിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു തടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീടിൻ്റെ ഒരു മോഡലുള്ള ഒരു ഗെയിം കാണും. ആ ഗെയിമിൽ ഞെക്കി അത് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ മതി. ചിലപ്പോൾ മാത്രമേ ഈ ഒരു ലാപ്പിലൊക്കെ PC-യിലും ലാപ്ടോപ്പിലൊക്കെ കിട്ടത്തുള്ളൂ. അതെനിക്കറിഞ്ഞോളൂ. നമ്മളിപ്പോൾ ഫോണിലാണ് കളിക്കുന്നത്. ഇതാണ് ഗൈസ് എൻട്രൻസ്. കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് പണിഞ്ഞു വെച്ചേക്കുവാണ് എൻട്രൻസ്. അപ്പം നമ്മൾ നടക്കുന്ന പോലത്തെ ആ ഒരു ഇതാക്കിയിട്ടുണ്ട്. എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ ഗൈസ് സ്റ്റെപ്പിൻ്റെ തുടക്കം. ഇത് മണ്ണിൻ്റെ അടിയിൽ കൂടാണ് നമ്മൾ ഈ നടക്കുന്നത്. പോച്ചയൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ പോച്ച വിളിച്ചില്ല, എന്തോന്ന് അറിഞ്ഞൂടെ ഉണ്ടോ ഗൈസ്. നമ്മൾ ഇത്രയും പൊക്കത്തിലാണ്. ഇത് നമ്മുടെ ഇറങ്ങുന്ന ഇതുള്ള ഗ്ലാസ്സൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഫുൾ ഹോം ടൂറല്ലേ, അപ്പം അതിൻ്റേതാണ് ഇത്. അപ്പോൾ ഗൈസ് ഉണ്ട് ഇവിടെ എൻട്രൻസ് തുറന്നിരിക്കുമായിരുന്നു. എന്താണെന്ന് എനിക്കറിയാം, അടയ്ക്കാൻ മറന്നെന്നാണ് തോന്നുന്നത്. നമ്മളപ്പോൾ ഇവിടെ ഒരു ഇത് പണിയട്ടെ. അപ്പോൾ ഗൈസ് കുറേ പരസ്യം കയറി വരുന്നത്, അതാണ് നിങ്ങൾ ഈ കാണുമ്പോൾ ഈ റിസ്യൂം എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. ഇത്രയും വേണ്ടി ഇവിടെ ഈ ഒരു അളവിൽ കെട്ടാം. ഓക്കെ, കറക്റ്റായി. ഇപ്പോൾ കുറേ ഉണ്ട് ഗൈസ്. നേരെ എന്നുന്നത് ഒരു ട്രീൻ്റെ ഒരു സാധനത്തിലേക്കാണ്. ഈ സാധനത്തിൽ നമുക്ക് കയറാൻ പറ്റും ഗൈസ്. നമുക്ക് കയറാൻ പറ്റുന്നത് വള്ളി വലിച്ചിട്ടാണ്. ഒരു കാര്യമുണ്ട് ഗൈസ്, നമുക്കിത് അടയ്ക്കാനും തുറക്കാനും ഒരു സാധനം വെക്കണം ഗൈസ്. ഇതിട്ടെ ഇത് തടിയിൽ ഇവിടെ കിടക്കണം.
ഗൈസ് സാധനം കിട്ടിയിരിക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ തുറക്കാനും അയ്യോ കേറുന്ന അങ്ങ് പോയി. നമുക്ക് വേറെ ഒരു പ്ലാൻ ഉണ്ട്. ഇതിവിടെ ഇതിനെ പറ്റി സ്റ്റെപ്പ് വയ്ക്കാം ഗൈസ്. ഇതിൻ്റെ കഷ്ടം തന്നെ. Yes, wow, wonderful. അല്ലെങ്കിൽ ഇത് വേണ്ടോ? ഇപ്പം മഴ പെയ്യുമ്പോഴൊക്കെ ഇരിക്കുന്ന ഷെഡാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഷെഡ് കാണാമല്ലോ. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത്രയും സ്ഥലം ശാന്തമായ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലേ ഞാനും വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ. നമ്മളിത് ഹോം ടൂർ മാത്രമല്ല, ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് ഗൈസ്. നമ്മളിത് പണിയാനും കൂടെ പോവാണ്. കുറച്ചൊക്കെ ഐഡിയാസ് അത് നിങ്ങൾ വേണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഉണ്ട് ഇത്ര ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വന്നായിരുന്നെങ്കിൽ അപ്പം ഈ മുകളിൽ കാണാൻ നല്ല സുഖമായിരിക്കും. ഓക്കെ, ഇവിടെ ഇത്രയും നമ്മൾ ഒരു ബാൽക്കണി പോലെ ആക്കാം. ഇത്രയും ബാൽക്കണിയാണ് ഗൈസ്. ഗൈസ് ബാൽക്കണിയാണിത്. വൗ, വണ്ടർഫുൾ. ഇവിടെ ഗ്ലാസും വയ്ക്കാം. അല്ലെങ്കിൽ മൊത്തത്തിൽ ഗ്ലാസ് വെക്കായിരുന്നല്ലേ. നല്ല ഐഡിയ, കൊള്ളാം. അപ്പം നമ്മൾ ഗ്ലാസ് വെക്കുവാണ്. ഗൈസ് ഇപ്പോൾ ഒരു ക്ലിയർ ആവുന്നുണ്ട്. അപ്പം എല്ലാ സ്ഥലവും കിട്ടും നല്ലോണം. ഓക്കെ ഗൈസ്, ഇവിടെയും കൂടെ നമുക്കങ്ങ് മാറ്റിയേക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ ബാൽക്കണി പോലത്തെ സ്ഥലം. വെരി കൂൾ. പരസ്യം
ഇത്ര ഒന്നാക്കിയിട്ട് ഈ മുകളിൽ ഇരുത്തിട്ടിട്ട് ഒരു ഇതിപ്പോൾ ഇങ്ങോട്ട് വരത്തില്ല ഗൈസ്. ഒരു വെട്ടത്തിൻ്റെ മലകനെ ഇവിടൊക്കെ അങ്ങ് വെച്ചേക്കാം ഗൈസ്. വെട്ടമൊക്കെ ഒന്ന് കിട്ടട്ടേ. സൂപ്പറല്ലേ, സൂപ്പറല്ലേ, സൂപ്പറല്ലേ. Oh my god. The next problem is ഇവിടെയും കൂടെ മാറ്റേണ്ടതായിരുന്നു ഗൈസ്. ഗൈസ് ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ലൈക്ക് വെച്ചേക്കാം ഗൈസ്. സൂപ്പറല്ലേ, സൂപ്പർ ഡൂപ്പർ. ഇത് വേണ്ട ഇങ്ങോട്ട് ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു വഴി, അപ്പോൾ ഇത് ഓക്കെ. നമ്മൾ ഈ വഴിയാണ് വന്നത്, ഇനി നമ്മൾ ഈ വഴി പോകണം. ഫുൾ സെറ്റപ്പ്ഡ് ആണ് ഗൈസ്, ഫുൾ സെറ്റപ്പ്ഡ്. അല്ല, ഈ ഒരു സ്ഥലം നിങ്ങൾ കാണുന്നതായിരിക്കും ഈ മുകളിലേക്കുള്ളതും ഒക്കെ. അതാണ് ഗൈസ് നമ്മൾ മുമ്പേ കണ്ട ട്രീ ഹൗസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇത് നമ്മുടെ അകത്താണ്. അപ്പോട്ടെ ഓക്കെ ഗൈസ്, കുറേ നേരത്തെ ഒരു ദിവസത്തെ കഷ്ടപ്പാടുകൾ. ഇതാണ് ഞാൻ പറഞ്ഞ ഡോറ്. ഇനി അങ്ങോട്ട് ഡോറുണ്ട് ഗൈസ്, കുറേ ഡോറുകളുണ്ട്. അത്രയും സോംബി പ്രൊട്ടക്ഷൻ. അങ്ങനെ സോംബീസും വില്ലേജേഴ്സും ഒന്നും കയറത്തില്ല, അവർക്കൊക്കെ മാന്യതയുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്ഥലം. വില്ലേജേഴ്സ് ഒന്നും കയറത്തില്ല, അവരും ഈ സോംബീസും ഒന്നും കയറത്തില്ല. മറ്റേതിനകത്ത് സോംബീസ് പൊളിക്കുകയും ഒക്കെ ചെയ്യത്തില്ലായിരുന്നു. ഇതിനകത്ത് അങ്ങനെയില്ല ഗൈസ്. അല്ല, ഈ ഒരു വഴി നിങ്ങൾ കാണുന്നതായിരിക്കും. ഈ ഒരു വഴി നമ്മൾ ഹോമിൻ്റെ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇത് കാണുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കയറിപ്പോകുന്നത്. അത് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ആണ്. ഇത് മറ്റേ ട്രീ ഹൗസിൻ്റെ അതിൻ്റെയൊക്കെ സ്ഥലം. ഇത് ഒരേ സ്ഥലം തന്നെ ഗൈസ്, ട്രീ ഹൗസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഉണ്ടാക്കിയ ഏറ്റവും വലിയ കൊട്ടാരം പോലത്തെ, ഏറ്റവും നല്ലതും കൊട്ടാരം പോലത്തതും ആദ്യം ഉണ്ടാക്കിയതും ഈ ട്രീ ഹൗസ് തന്നെയാണ് ഗൈസ്. ഇത് നെതറിലേക്കാണ്, നെതർ തന്നെ. ഇവിടെ ഞാനൊന്നും വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പോയി നോക്കാം ഗൈസ്. ഗൈസ് എത്തി ഗൈസ്. നമ്മളിപ്പോൾ തട്ടി ഉണ്ടോ? ഇവരൊന്നും നമ്മളെ ചെയ്യത്തില്ല. ഓക്കെ, ഇവരൊക്കെ കണ്ടാൽ നമ്മളെ കൊല്ലും. അത് റിയൽ മൈൻക്രാഫ്റ്റ്. ഇതുണ്ടോ? ഒന്നും ചെയ്യത്തില്ല. ഉണ്ട്, ഗോൾഡൻ്റെ ഒക്കെ സാധനമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഗോൾഡൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഈ ഏരിയയിലൊക്കെ നെതറിൻ്റെ വേറൊരു സൈസ് സാധനമാണിത്. ബാക്കിൽ എന്തുകൂടെ ഇത് വെറുതെ ആരെങ്കിലും ഇവങ്ങാനും ഉണ്ടോ പറന്ന് നടക്കാൻ? ഉണ്ടല്ലേ. ഇപ്പം വിചാരിച്ചതേ ഉള്ള അവരെ കുറിച്ച്. ആ മുകളിലത്തെ ആ കുറേ ഇതുണ്ടോ ലൈറ്റ്, അത് ഞാൻ ഇട്ടതാണ് ഗൈസ്. ഇനി നമുക്ക് മറ്റേടത്തേക്ക് പോവാം. റിയൽ സ്ഥലം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ബെഡിലേക്ക് പോവാണ്. ബെഡിലേക്ക് പോയി നോക്കാം. നമ്മൾ ഞെട്ടും ഗൈസ്. ഉണ്ട് കുറച്ച് ബുക്സ്. തീകളാണ് ഗൈസ്, തീകൾ. ഇത് നമ്മുടെ മുകളിലത്തെ നമ്മുടെ ബെഡ്. ഇത് ഡബിളാണ് ഗൈസ്, ഡബിളാണ്. രണ്ടെണ്ണം ഞാൻ വെച്ചു.
പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആർട്ടിഫിഷ്യൽ റൂമാണിത്. ഇതുണ്ട് ആണ്ട് ഈ ഒരു സാധനമുണ്ട്. ഈ ബുക്ക് വെക്കുന്നുണ്ട്. 2 ബോക്സസ് ഉണ്ട്. പിന്നെ വേറെ എന്തോ ഒരു സാധനമാണ്. ആണ്ട് ഈ ഒരു പണിന് വേറൊരു സാധനമാണ്. പിന്നെ ഇത് എല്ലാവർക്കും അറിയാം, മൈൻക്രാഫ്റ്റിലുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചില്ല ഗൈസ്. അത് മറന്നുപോയി. കുഴപ്പമില്ല ഗൈസ്, ഇത്രയെങ്കിലും ഉണ്ടല്ലോ ഭാഗ്യം എന്നും പറഞ്ഞ് ഞാൻ നടക്കുന്നു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? വേണ്ട, ഇതാ നെതറിൻ്റെ ആ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. ഭയങ്കര പോഹ. എത്ര മഴ വന്നാലും ഈ ഒരു സാധനം അണയത്തില്ല. കയറി ഇന്ന പോലും തീ കത്തത്ത് പോലും ഇല്ല. അതെന്തോ ഗെയിമിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇനി നമ്മൾ കയറിപ്പോകുന്ന ഒരു സാധനത്തിലേക്കാണ് ഗൈസ്. ഇന്ത്യ ഗൈസ്. ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഏറ്റവും കഷ്ടപ്പെട്ട ഈ ഇന്ത്യ ഫ്ലാഗിനാണ്. അതുമാത്രമല്ല ഗൈസ്, ഈ ഇന്ത്യ ഫ്ലാഗിൽ നമ്മൾ കയറി നിൽക്കാനൊക്കെ പറ്റും. ഏറ്റവും കഷ്ടപ്പെട്ടതും ഏറ്റവും അഭിമാനമുള്ളതും എനിക്ക് ഇന്ത്യൻ ഫ്ലാഗ് ഇതാണ്. സ്റ്റെപ്സാണ് ഗൈസ്. വെള്ള സ്റ്റെപ്പ് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങ് വെള്ളം വെച്ച് ഗൈസ്. എല്ലാം വേറെ ഓക്സിൻ്റെ അല്ലേ, നമ്മൾ വെള്ളയും വേറൊരു സൈസ് ഓക്സും വെച്ചു. ഇനി ഗൈസ് നമ്മുടെ ഓക്സിൻ്റെ സ്റ്റെയറാണ്. വേറെ കളർ ഓക്സിൻ്റെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ആ ഒരു ഗ്രേ പോലത്തെ ഒരു കളർ ഓക്സാണ്. അപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഓക്സാണ്. ഇതിന് ഗൈസ് തറേ പോവും, ആ ഒരു പേടി മാത്രം. എന്തൊക്കെ വന്നാലും ഞാൻ ഇതൊക്കെ പറന്നാണ് ഗൈസ് ചെയ്തത്. ഓക്കെ, അല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിലേക്കൂടെ നടന്നിട്ട് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ കയറി. ഇത് മറ്റേ സാധാരണ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഓക്സ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ലൈറ്റും വെച്ച്, ഇവിടെയും 2 ലൈറ്റും വെച്ച്, ഇവിടെയും 2 ലൈറ്റും വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ്. ഓക്കെ, ഇവിടെ ഒരു ബെല്ലുണ്ട് ഗൈസ്. ഇതൊക്കെ മഴ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇതൊരു ഡയമണ്ട് പോലത്തെ സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ മുകൾ ഭാഗം. നമുക്ക് ഇറങ്ങാം. ചെറുതായിട്ട് സാധാരണ ഇതൊക്കെ ഡൈ ആവുന്നതാണ്. അപ്പോഴത്തേക്ക് ഡൈ എന്നൊക്കെ എഴുതിയിട്ട് വരും. ഇതങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇതൊക്കെ നിങ്ങളൊന്ന് കളിക്കണം, ഇതൊന്ന് കളിച്ച് നോക്കണം. എന്തൊക്കെ വന്നാലും പൊട്ടിപ്പൊളിയത്തു പോലും ഇല്ല. അങ്ങനത്തെ ഒരു കളിയാണ്. ഇനിയാണ് നമ്മുടെ റൈഡിങ് തുടങ്ങാൻ പോകുന്നത് ഗൈസ്. പരസ്യം ഗൈസ്, റൈഡ് ചെയ്യാം, റൈഡ് കൊടുക്കാം, നേരെ റൈഡ് ചെയ്യാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. ഗൈസ്, ഇതാണ് എൻ്റെ സ്പെഷ്യൽ സ്വിമ്മിംഗ് പൂൾ. നമ്മൾ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്, സാധാരണ നോർമൽ സ്വിമ്മിംഗ് പൂളിനകത്തുള്ള പോലെ. ഇതാണ് എൻ്റെ സീക്രട്ട് വേ. ഇത് നമ്മുടെ കടലിലേക്ക് പോകുന്നതാണ് ഗൈസ്. നോക്കണേ, കണ്ടോ ഗൈസ്, കടലിലേക്ക് പോകുന്നതാണ്. കടലിലേക്ക് പോകൂ കടലിലേക്ക്. ഇത് വേറെ ഒരു വേ ആണ് ഗൈസ്. ഇത് അതിൻ്റെ തന്നെ ഒരു വേ ആണ്. ഗൈസ്, ഞാൻ അടച്ചില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്തുവാ കാര്യം ഗൈസ്. ഇവിടെ ഞാൻ കുറേ പഫർ ഫിഷിനെയൊക്കെ വെച്ചായിരുന്നു ഗൈസ്. അതൊക്കെ കടലിലേക്ക് പോയി ഗൈസ്. കുഴപ്പമില്ല, നിങ്ങളെ കാണിക്കാൻ നേരിട്ട് അത് ഞാൻ പിന്നീടുന്നതായിരിക്കും. നമ്മളുടെ അക്വേറിയമാണ്.
ഗൈസ് ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ വേ. കാണാൻ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയില്ലേ ഗൈസ്. മിനിമം I'm banking and banking. This is my mission. നമുക്ക് പഫർ ഫിഷിനെ പറ്റുവാണെങ്കിൽ നമുക്കിടാം. പഫർ ഫിഷ് കയറട്ടെ പുറട്ടെ. ആഡ് എനിക്ക് തോന്നി ഗൈസ് ആഡ് വരുമെന്ന്. ഞാൻ നേരത്തെ തീരുമാനിച്ചേക്കാം എപ്പോഴും ആഡാണ് ഗൈസ്, ആഡോട് ആഡ്. ഓക്കെ ഒരു പരിപാടിയാണ് ഇത്. പിന്നെ ആഡ് ഗൈസ്, ആഡെല്ലാം കഴിഞ്ഞു. ഓ ഗൈസ് ഇതെനിക്ക് അറിഞ്ഞൂടാ. പഫർ അടിച്ചു നോക്കാനൊക്കെ പറ്റും ഗൈസ്. റീലോഡിങ് ആണ്. ഓക്കെ ഇതാണ് ഗൈസ് ഈ ഗെയിമിലെ പഫർ ഫിഷ്. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ്, അതിനെയൊക്കെ നമ്മൾ വലുതാക്കി. പെട്ടെന്നങ്ങ് ചെറുതാവും ഗൈസ്. എനിക്ക് കഴിയുമ്പോൾ അങ്ങ് വലുതാവും, അല്ലാത്തപ്പോൾ അങ്ങ് ചെറുതാവും. ഓക്കെ ഗൈസ് നമ്മുടെ പഫർ ഫിഷ് ആണ് നമ്മുടെ അക്വേറിയത്തിൽ. പഫർ ഫിഷ് എങ്ങനെയുണ്ട് ഗൈസ്? കളമോ? ബാക്കി പഫർ ഫിഷ് എല്ലാം പോയി. ഒന്നിൻ്റെ പേര് കുട്ടു, ഒന്നിൻ്റെ പേര് പക്കു, ഇങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ ഇട്ടായിരുന്നു. അതൊക്കെ പോയി. പരസ്യം ഗൈസ്, എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നൊരു കാര്യമാണ് പരസ്യം. എന്തൊക്കെ വന്നാലും എൻ്റെ കൂടെ ഒരു പരസ്യം കാണും. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എൻ്റെ കൂടെ കാണും. ഗൈസ് നമ്മുടെ ട്രിപ്പ് ഇതാ തുടങ്ങിയിരിക്കുന്നു. റൈഡാണ് ഗൈസ്. നമ്മൾ റൈഡ് കൊടുത്തു, റൈഡിൽ കയറി. കുറച്ച് സ്ലോ ആണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എല്ലാം പ്ലേറ്റ് ആയിട്ടുള്ള സ്ഥലമല്ലേ. ഇനി അങ്ങ് സ്പീഡ് അങ്ങ് നല്ലോണം വന്നോളും ഗൈസ്. ഇനിയാണ് താഴ്ച. കണ്ട ഇനി ഒന്നും ചെയ്യണ്ട, ഇതൊന്ന് ആസ്വദിച്ചാൽ മതി. നമ്മളിപ്പോൾ വാട്ടർ ബോഡീസിലുള്ള ഒരു എന്തുവാ അണ്ടർഗ്രൗണ്ട് വാട്ടറില്ലേ, അണ്ടർഗ്രൗണ്ട് വാട്ടറിലെ ഒരു ഹോമാണ്. അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ ഞാനൊരു ഹോം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഗൈസ് നമ്മുടെ ബെഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഉണ്ട് ഗൈസ്, ഇവിടെയുണ്ട്. പൊങ്ങിയാലും ശ്വാസം കിട്ടത്തില്ല ഗൈസ്, ഭയങ്കര പാടാണ്. അവിടെ കുറച്ച് ഒഴുക്കുണ്ട്, അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ നെതറിൻ്റെ തന്നെ വേറൊരു സൈസ് ഇതുണ്ട് ഗൈസ്. ഇവിടെ ഞാൻ കിടന്നിട്ടില്ല, ബാഡ് കിടക്കണമെന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കിടക്കും. ഗൈസ് നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നേക്കുവാണ്. ഇങ്ങനെയൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ എത്തുന്നത് വെള്ളത്തിൻ്റെ മുകളിലുള്ള സ്ഥലത്താണ് ഗൈസ്. ഓ മൈ ഗോഡ്, പ്രശ്നം
പഫർ ഫിഷ് നമുക്ക് കൊടുത്തേക്കാം. ഇനി വേണ്ടത് നമ്മൾ എടുത്തോണ്ട് നോക്കിയിരിക്കുവായിരുന്നു. കുറേ നോക്കി ഗൈസ്, എന്നിട്ടും കിട്ടിയില്ല. കാർട്ടൊന്നും അടിച്ചു കൊടുത്താൽ കിട്ടത്തില്ലേ? സെർച്ച് കാർട്ട് കിട്ടിയിരിക്കുന്നു. നമ്മുടെ കാർട്ട് ഇവിടെ വെച്ചിട്ട് റൈഡ് അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ടൊന്ന് കൊടുക്കുക ഗൈസ്. റൈഡ് അല്ലേ ക്ഷമിച്ചങ്ങ് വിട് പോട്ടെ. ഓ ഗൈസ്, എനിക്കിപ്പോൾ മനസ്സിലായി ട്രിക്ക് എന്തുവാന്ന് എനിക്ക് മനസ്സിലായി. മാറുക, പോവുക, വയ്ക്കുക, ഒരിതെടുക്കുക, ടച്ചില്ലേ? എടുക്കുക, പോവുക, കളയുക, പോവുക, ഇതിനെയും കളയുക, അതിനെയും കളയുക, പിന്നെ കാട്ടെടുക്കുക. കണ്ട ഗൈസ്, ഇതാണ് സ്പെഷ്യൽ വേ ആണ് ഗൈസ്. ഇത് നമ്മൾ ആക്കും ഗൈസ്. ഇത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ആണ് ഗൈസ്, മണ്ണിൻ്റെ ഒക്കെ. മറ്റേത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആയിരുന്നു. അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇതായിരുന്നു. ഇപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ട് മണ്ണിൻ്റെ ഒക്കെ അടിയിൽ ഗൈസ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ റൂം. ഞാൻ ചെടിയൊക്കെ വെച്ചതാ, ചെടിയൊക്കെ അങ്ങ് പോയി പോട്ടെ. ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ബെഡൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ബെഡിൽ കിടക്കുവാണ്. ഒന്നും ചെയ്യണ്ട, കിടന്നങ്ങ് കൊടുത്താൽ മതി. ഏറ്റവും അങ്ങ് എണ്ണിച്ച് വന്നോളൂ. കണ്ടോ? പിന്നെ നമ്മളെ ഇതുണ്ട്, ഇതിൻ്റെ പേര് മറന്നും പോയി, ക്രാഫ്റ്റിൻ്റെ അവള്. പിന്നെ മറ്റേ നെതറിൻ്റെ ഒരു സൈസ് സാധനമുണ്ട്. ഇത് നമ്മൾ ചെല്ലുന്ന എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു സീക്രട്ട് ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നോ ആ വീഡിയോയുടെ ആദ്യം? നമ്മളെ പഴയ സ്ഥലം, നമ്മളെ ട്രീ ഹൗസിൻ്റെ അവിടെയൊക്കെ പണിഞ്ഞ സ്ഥലം. അത് അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു, റെയിൽവേ ക്രോസ് ഉണ്ട്. അത് ഒരു സീക്രട്ടാണ്. അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. പോയി എല്ലാം പോയി, എന്തൊക്കെയോ പോയി. ഓ, മറ്റേ ട്രിപ്പ് കൊടുത്തല്ലോ. ഒരു ഇത് വയ്ക്കുക, ഒരു പ്ലാങ്ക് എടുക്കുക, റൈഡ് കൊടുക്കുക, നേരെ പോവുക, പിന്നെയും കാർട്ട്. വാവ്, മൈൻ കാർട്ട് പൊട്ട് ഗൈസ്. നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. ഇനി സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും സാധാരണ ഒരു സൈസ് വീട് ഉണ്ടാക്കത്തില്ലേ? ഇവിടെ പോവല്ലേ, പോന്നെങ്കിൽ നീ പോവും. ഇനി ആ ട്രിക്ക് ഉപയോഗിക്കണം. പക്ഷെ എപ്പോഴും ഈ ട്രിക്കോടങ്ങ് ട്രിക്കാണല്ലോ. അത് പോട്ടെ ഗൈസ്, പോന്നൊക്കെ പോട്ടെ. മുകളിൽ നിന്ന് തറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർട്ട് അങ്ങ് തറയിലേക്ക് പോകും. സ്പെഷ്യാലിറ്റി അതാണ് ഗൈസ്. അത് പോട്ടെ ഗൈസ്. നമ്മൾ റിസീമൊക്കെ കൊടുത്ത് ഇതാണ് ഗൈസ്, ഇതിൻ്റെ പേര് കണ്ട. ഇതാണ് നമ്മളെ സ്ഥലം, നമ്മളെ താഴ്ചയിലേക്ക്. ഇത് സ്റ്റെപ്പാണ് ഗൈസ്. സ്റ്റെപ്പിനകത്ത് കാർട്ട് വെച്ചപ്പോൾ നേരെ ആയിപ്പോയി. അത് പോട്ടെ ഗൈസ്. ഇത് നിങ്ങൾ സാധാരണ പണിഞ്ഞിട്ടുണ്ടോ ഈ ഒരു സൈസ് വീട്? ചിലവർ പണിയാണ്, ചിലവർ പണിയാതിരിക്കുമായിരിക്കും. അപ്പം ഇതൊരു ചൈനക്കാരുടെ സൈസ് ഒരു വീടാണ്. ചൈനീസിലൊക്കെ ചില വീടൊക്കെ, ചൈനയിലൊക്കെ ഇതുപോലത്തെ വീടായിരിക്കും. അപ്പം ഗൈസ്, ഇങ്ങനെയൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തോ തിന്നെ അന്നെ പാത്തിയ. നിങ്ങൾ ആ പാട്ട് കേട്ട് കാണും. ഇപ്പോഴത്തെ ഫുൾ ട്രെൻഡാണ് ആ പാട്ട്. ഇതും നമ്മുടെ ബാക്കിലേക്ക് പോകുന്നതാണ് ഗൈസ്. നൈറ്റ് ടൈമിൽ ഫുള്ള് ഇതായിരിക്കും. അപ്പം നമ്മുടെ ഫ്രണ്ട് ഡോറിൽ നിന്ന് ഡോറിലേക്ക് കയറാം ഗൈസ്.
ചൈനീസ് വീട് ഇതാണ്. 3 ബെഡ്, പിന്നെ 3 മറ്റേ നെതറിൻ്റെ ഒരു തുറക്കുന്ന അടയ്ക്കുന്ന സാധനം, പിന്നെ നെതറിൻ്റെ അല്ലാതെ നോർമൽ 2 കൂടെ മിക്സ് ആയത്, പിന്നെ കുറേ ബുക്സിൻ്റെ ഇത്, പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഡോറും ബാക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ വേറൊരു ഡോർ കാണും. ആ ഡോറിൽ കയറി കഴിഞ്ഞാൽ ഒരു കാർട്ട് കാണും. ആ കാർട്ടിൽ കയറിയിട്ട് ഡോർ അടയ്ക്കുക. അത് പോട്ടെ. നമ്മളിപ്പോൾ സാധാരണ ആൾക്കാരുണ്ടാക്കുന്നത് തന്നെ വേറൊരു സൈസ് ഇതാണ് ഗൈസ്. വേറെ സൈസ് വീട്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഇതിൻ്റെ തന്നെ വേറെ സൈസ് ആയിരിക്കും. ഇത് സാധാരണ ഉണ്ടാക്കുന്ന ആൾക്കാരെക്കാട്ടിലും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹോമാണ്. ഇത് മറ്റേ നെതറിൻ്റെ തുറക്കുന്ന അടയ്ക്കുന്ന സാധനം, ഇതല്ലാത്ത നോർമൽ തുറക്കുന്ന അടയ്ക്കുന്ന സാധനം. ഇത് മറ്റേ നമ്മുടെ ബുക്ക്, പിന്നെ കുറേ കട്ടകൾ, ലൈറ്റ് കട്ട, ഇവിടെ ഉണ്ട് കട്ട, പിന്നെ 3 ബെഡ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ ഒന്നുമില്ല, പിന്നെ 2 കുറച്ച് ഗ്ലാസും 2 ഡോറും, പിന്നെ ഇതുപോലത്തെ നടക്കുന്നേക്കുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇനി ഇതിൻ്റെ തറയിലാണ് വേറെ സീക്രട്ട്. ഞാൻ റൈഡ് കൊടുത്തു ഗൈസ്. ഓ മൈ ഗോഷ്, പോട്ടെ ഗൈസ്. ഇവിടെ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ് ഗൈസ്. ഇത് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ്. ബോട്ടിൽ കയറി ഗൈസ്, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കണ്ടു ഗൈസ്. ഞാൻ തുഴയുവാണ്. നമ്മളിങ്ങനെ തിരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലും പോകത്തില്ല. ഇത് ഇങ്ങനെ നമ്മൾ ഈ പനങ്ങുന്ന ഒരു സാധനമില്ലേ ഏറ്റവും സൈഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അത് ഞെക്കിക്കഴിഞ്ഞാൽ മാത്രം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുള്ളൂ. കളഞ്ഞേക്കാം, പോട്ടെ. അടുത്ത നമ്മുടെ മൈൻകാർട്ടാണ്. റൈഡ് കൊടുക്കാം. നേരെ ഇനി മുകളിലേക്കാണ് ഗൈസ്. തറയിലേക്ക് നോക്കരുത്, തറയിൽ നോക്കിയ പ്രശ്നമാണ്. ഇനി തറയിലേക്ക് നോക്കാം. ഉണ്ടോ ഗൈസ്? കുഴപ്പമില്ല. ഇനി നമ്മൾ നേരെ പോട്ടെ. കുറച്ച് വളവൊക്കെ തിരിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൊട്ടാരത്തിൽ കയറാം. അതും കൂടെ കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ ഗൈസ്. ഒരാൾ വിളിച്ചു, നമ്മൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്താണ്. നിങ്ങൾ ആ ഒരു ബോട്ടൊക്കെ കിടക്കുന്ന കണ്ടിട്ടില്ലല്ലോ ഗൈസ്. അത് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ചില സമയത്ത് ഈ സോംബീസൊക്കെ അങ്ങ് കയറും ഗൈസ്. അത് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ലാവയും പിന്നെ ഈ വെള്ളവും കൂടെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ സോംബീസ് കയറുന്നോളം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ബെല്ല് അടിക്കേണ്ടി വരും. ഗൈസ് നമ്മളൊന്ന് പറക്കണം ഗൈസ്, എന്നാലും നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തത്തോളൂ. ഇത് നമ്മുടെ തറഭാഗമാണ്. ഇനിയുണ്ട് അടിയിലേക്ക്. നമ്മുടെ സീക്രട്ട് സ്ഥലമാണ് ഗൈസ്. ഒരു ഏലിയനും ഒരു സാധനത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലം. ഇത് നമ്മുടെ ആ ഒരു സ്ഥലമാണ്.
ഒരു സീക്രട്ട് ഡോറൊക്കെ വെച്ചു. അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടി, ചെറിയ സാധനങ്ങളൊക്കെ ഉള്ള. നമ്മളൊരു ഗുഹയിലേക്ക് എന്ന് കയറും ഗൈസ്. ഒരു ബാൽക്കണി പോലത്തെ സ്ഥലം വേണ്ട, ബാൽക്കണി പോലെയാണ് ഗൈസ്. ഫുള്ള് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. നമുക്കിവിടെ നിന്ന് വെറുതെ വേണമെങ്കിൽ ചെയ്യാം. ഒരു ഇറക്കമുണ്ട്, കണ്ട ഒരു സ്പെഷ്യൽ സ്ഥലമായത്. നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ഇതിനകത്ത് ഏറ്റവും കുറച്ചും കൂടി നല്ല സ്ഥലമാണിത്. തുറന്നപ്പോൾ നാണ്ട ബെഡ്, ഒരു മരത്തിൻ്റെ ഒരു ഭാഗമാണ് ഗൈസ്. ഒരു മരം തന്നെ ഞാൻ കുറച്ച് ഇലയും കൂടെ കൂട്ടി അങ്ങ് വെച്ച് കൊടുത്തതാണ് ഗൈസ്. റീലോഡിങ് ആണ്. പരസ്യം കയറി വന്നു. പ്രോഗ്രാം ചെലന്തിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, സ്കെലിറ്റനിസ് ചെലന്തിയൊക്കെ. അവരൊന്നും നമ്മളൊന്നും ചെയ്യത്തില്ല ഗൈസ്. അടിയിലേക്ക് നമ്മൾ ഡിഗ് ചെയ്തെടുത്തതാണ്. കണ്ട ഗൈസ്, ഒരു സൈസ് ഡിസൈൻ അല്ലേ ഇത്, സൂപ്പർ അല്ലേ ഗൈസ്. ഇവിടെ ഉണ്ട് ഗൈസ്, ഇതൊരു സൈസ് ഡിസൈൻ പോലെ ഞാൻ ഇങ്ങനെ ചെയ്താ ഗൈസ്. ഇവിടെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 2 ഗ്ലാസ് അങ്ങോട്ട് ഓക്കെ. മുകളിലേക്ക് കയറുവാണ്. ഒരു കാര്യം നിങ്ങൾ നോക്കുന്നുണ്ടോ? നമ്മൾ ഇടയ്ക്ക് ഈ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഈ തറയിലേക്ക് ഇറങ്ങുന്ന ഒരു വിഷ്വലല്ലേ നമ്മൾ കാണാനുള്ളത് ഇടയ്ക്കൊക്കെ ഉണ്ട്. നമ്മളിപ്പം ആ ഒരു ആമ എഴയുന്ന അവിടെയാണ്, ലൈറ്റിൻ്റെ അടുത്തൊരു ആമ ഉണ്ടോ, ആ ഒരു ആമ എഴയുന്ന അവിടെയാണ് നമ്മൾ ചെന്ന് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഉള്ളത്. കഴിഞ്ഞു ഗൈസ്, അണ്ടർഗ്രൗണ്ടൊക്കെ കഴിഞ്ഞില്ലേ, നമ്മളിപ്പോൾ കാണിച്ചില്ലായിരുന്നു അത്. ഇവിടെ ഡോറൊന്നുമില്ല ഗൈസ്, നേരെ കയറിയ ഒരു സാധാ സ്ഥലം. പിന്നെ അങ്ങോട്ട് അവിടെ ഒരു പക്ഷിയുണ്ട്, അത് കാണിക്കത്തില്ല ഗൈസ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, എന്നാലും ഒന്നും കൂടി ഞാൻ കാണിക്കാം. നോക്കുന്നുണ്ടാ, നമ്മുടെ വെളിയിലേക്കുള്ള എൻട്രൻസ് ആണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ക്രീപ്പർ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ക്രീപ്പർ ഇതാവത്തില്ലേന്ന്. നോ ഗൈസ്, ഈ ഒരു ഗെയിമിനകത്ത് പൊട്ടിത്തെറിയില്ല ഗൈസ്. TNT പൊട്ടിത്തെറി അത് മാത്രമേ ഉള്ളൂ, വേറെ അല്ലാതെ ഈ ക്രീപ്പർ പൊട്ടിത്തെറി അതൊന്നുമില്ല ഗൈസ്. ഓക്കെ, 24 മണിക്കൂർ ഈ ഈ കിളി എപ്പോഴും ഇവിടെ കാണും ഗൈസ്. ഇതാണ് നമ്മുടെ കൊടി. നമ്മൾ മുകളിൽ കയറിയ ഒരു സ്ഥലമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതൊരു വേറെ ട്രോളാണ്, ഞാൻ പിന്നെ കാണിക്കും. അതൊരു സീക്രട്ട് സ്ഥലമാണ്. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഇതിൽ കൂടുതൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ളത് ഒന്നും കാണിക്കാം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഒന്ന് കാണിക്കാം. അതിൻ്റെ ഒരു ലൈക്ക് വിടണം. ഓക്കെ ഗൈസ്, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്ക് ചെയ്തെന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ചെയ്ത് കാണും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ തുറക്കുകയാണ് നമ്മുടെ വെളിയിലേക്കുള്ള അടുത്ത എൻട്രൻസ്. ഈ എൻട്രൻസ് ആണ് നമ്മൾ മുമ്പേ ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയ ദൂരം പോലെ നമുക്ക് തോന്നും ഗൈസ് അണ്ടർഗ്രൗണ്ടിൽ വരുമ്പോൾ. അതെന്താണെന്നും എനിക്കറിഞ്ഞൂടാ. ഒരു എലിവേഷനോ ആ ഒരു സാധനം പോലെയാണ് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ സാധനം എന്ന് തോന്നി. ഇലിവേഷൻ.
അങ്ങനെയുണ്ട് എൻ്റെ പേര്. നമ്മളിനി മുകളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് ഉള്ള വഴി വാതിൽ തുറന്നു വരട്ടെ. നമ്മുടെ വെളിയിലത്തെയാണ്. നമ്മളിപ്പോൾ ഗ്ലാസ് ഇട്ട് മൂടിയേക്കുവാണ് ഗൈസ്. ഞാൻ നോക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് ഭയങ്കര നീളം. അത് പിന്നെ എനിക്ക് മനസ്സിലായ അത് ഇലിവേഷനാണ്. മീൻസ് അത് ഇതാണ് ഗൈസ്. നമ്മൾ അടുത്ത് നിന്നുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട് ഇടയ്ക്ക് തോന്നുന്നത്. ഇടയ്ക്ക് തോന്നുന്നല്ല, എപ്പോഴും തോന്നത്തില്ല. ഓക്കെ, അയ്യോ വേണ്ട, പോവില്ല, പേടിച്ചു പോയി. ഇത് പോട്ടെ ഗൈസ്. സാധാരണ മഴ വരാറാകുമ്പോൾ ആണ് അടിക്കാറ്. കണ്ടോ, നൈറ്റ് ആകുമ്പോൾ നമ്മൾ കിടക്കാവുന്ന രീതിയിലും കൂടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പോട്ടെ, നമ്മൾ പിന്നെയും പണിയേണ്ടി വരുമോ? അതൊക്കെ പോട്ടെ മോനെ. ചൂസേ പള്ളിയോ എന്നൊരു ഡൗട്ടുണ്ട്. അറിഞ്ഞൂട. ഈ വഴി വന്നിട്ട് നേരെ പോയാൽ മതി, എനിക്കറിയാം. ഗൈസ്, ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ. ഞാൻ ഒരു സാധനം പണിയാൻ വേണ്ടി വെച്ചതാണ്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ്. അത് നമ്മൾ സ്പെഷ്യൽ ഗൈസ്. ഞാൻ ഇത്ര കാണിക്കത്തുള്ളൂ. ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് നല്ലോണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കമൻറ്റ് ഇട്ട് ഷെയറും ചെയ്താൽ മതി. ആ ടൈമിൻ്റെ കൂടെ ഒരു ലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും ചെയ്യൂ. ബെഡുണ്ട്. ഇത്രേ ഉള്ളൂ ഗൈസ്. ബെഡും കുറച്ച് ലൈറ്റ്സും മാത്രം. ഒരു സീക്രട്ട് റൂമാണ്. ഇത് നമ്മളെ മറ്റേ എൻട്രൻസിൻ്റെ അതേ എൻട്രൻസ്. നമ്മൾ കയറി കഴിഞ്ഞിട്ട് അടയ്ക്കുക. എന്തുവാടേ ഒരു ലൂപ്പോ? ഇങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പം അതുപോലത്തെ കുറച്ച് ഇതാണ് ഗൈസ്, മാജിക്കാണ്. അതൊക്കെ പോട്ടെ ഗൈസ്. നമ്മൾ ഈ സാധനം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് നമുക്കൊരു സങ്കടമാണ് ഗൈസ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് ഗൈസ്.
നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഒരു സ്പെഷ്യൽ സാധനം വീടിൻ്റെ അല്ലാതെ കണ്ടേ ഇത് ഗൈസ്, ഇത് എന്തുവാന്ന് വെച്ചാ ഒരു സ്ഥലമാണ് ഗൈസ്. ഈ സ്ഥലത്തിൽ മൊത്തം ബോട്ടായിരിക്കും. ഗൈസ് പരസ്യം ആടൊന്ന് പോയായിരുന്നെങ്കിൽ. ടച്ചില്ലേ? ചെറിയൊരു ടച്ചിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ടച്ച് കിട്ടിയില്ല ഫോണിനകത്ത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതങ്ങ് മാറി ഗൈസ്. വേണ്ട, ഇതൊരു ബോട്ടിങ്ങിൻ്റെ പ്ലേസ് ആണ് ഗൈസ്. ഗൈസ് വേറൊരു മാജിക് സ്ഥലമുണ്ട്. നമുക്ക് ഈ സ്ഥലം ചെറുതായിട്ട് നമുക്ക് അറിയാമെന്ന് പറയണേ ഗൈസ്. ഇതാണ് നമ്മുടെ അണ്ടർ വാട്ടറിൻ്റെ അത് തന്നെ. അവിടുത്തെ ഒരു ഗ്ലാസ് വെച്ചാണ് ഗൈസ് വെള്ളം കയറാതെ ഇറങ്ങാതിരിക്കാൻ. ഇവിടെ ഒന്നുമില്ല ഗൈസ്, ഒരു കുഴി പോലെ അങ്ങ് പണിഞ്ഞു വെച്ചത് ബിക്കോസ് ദർ ഈസ് പ്രോബ്ലം. വെള്ളം അകത്തേക്ക് കയറുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറേ വെള്ളമുണ്ട്, അതിൻ്റെ കൂടി ഇതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. എന്തൊക്കെ വന്നാലും നമ്മൾ ഇവിടെ ഈ ഒരു പ്ലേസ് മൊത്തം അടച്ചാലും ചിലപ്പോൾ ഇവിടെ ഈ വെള്ളം കാണും. ഇത് വെച്ച് മാറ്റിയാൽ വെള്ളം കാണത്തില്ല. ഉണ്ടോ? വെള്ളം കാണത്തില്ല. നല്ലോണം ഇത് കയറി കഴിഞ്ഞിട്ട് അടച്ചു കഴിഞ്ഞാൽ വെള്ളം പോവും. ഇവിടെ ഇത് മൊത്തത്തിൽ തുറന്നു വിട്ടിട്ട് ഒന്ന് നോർമലായി, പിന്നെ ഒന്ന് കുറച്ച് നീട്ടം കൂട്ടി അടയ്ക്കാം. ഞാവേ ഉണ്ടോ? ഈ വെള്ളം ഇങ്ങനെ തങ്ങി വയ്ക്കും. അതാണ് ഈ പ്രശ്നം വരുന്നത്. മുമ്പേ വരെയും താന്നങ്ങ് പോയി, ഇപ്പം ആക്കിയപ്പോൾ താന്ന് പോകുന്നില്ല. ഓക്കെ ഗൈസ്, അതുകൊണ്ട് ഇതാണ് നമ്മൾ ബാൽക്കണി ഉണ്ടോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ. പിന്നെ അതാണ് നമ്മൾ മറ്റേ ആ സീക്രട്ട് റൂമിൻ്റെ. ഇത്രയും നിങ്ങൾ കണ്ടില്ലേ? ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത്, ഇത്രയും നാക്കും വായും ഒക്കെ കുഴഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലേ? അപ്പോൾ അതിനൊരു സബ്സ്ക്രൈബ് നിങ്ങളൊന്ന് തരണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എൻ്റെ ആയാലും വേറെ യൂട്യൂബേഴ്സിൻ്റെ ആയാലും ചില വീഡിയോസൊക്കെ നിങ്ങൾ സ്ക്രോൾ ചെയ്യാറില്ലേ? അവരെത്ര കഷ്ടപ്പെട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയ കാര്യം എന്തുവാണെന്ന് നോക്കണം ഗൈസ് ആദ്യം, എന്നിട്ടേ ചെയ്യാവുള്ളൂ. പിന്നെ ഒരു മാജിക് ഉണ്ട് ഗൈസ്. വേണ്ട, ഇത് സാധാരണ വരാവുന്ന പോലെ. ഇനി വേറൊരു കാര്യം, ഈ ബബിളിലേക്ക് കയറി ഉണ്ടോ അങ്ങ് താക്കുവോ. പൊങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് സ്ലോ ആവുക പൊക്കുന്നതിൻ്റെ. ഞാൻ മറ്റേ എയറിൻ്റെ മൂടാക്കി വെച്ചേക്കുമായിരുന്നു. ഇത് കണ്ടോ? ഇത് മറ്റേ ഒരു പൊള്ളുന്ന തന്നെ വേറെ സൈസ് സാധനമാണ്. അപ്പോൾ ഇത് ഭയങ്കര ചൂടാണ് ഗൈസ്. ചൂട് കാരണം ഇങ്ങനെ ഇതാവുന്നതാണ്. നമ്മൾ മറ്റേ മൂടെടുത്തിട്ടേക്കുക. ഇത് എൻ്റെ പേര് മറ്റേ നമ്മളെ പറക്കുന്ന മൂട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഞാൻ. ഈ വില്ലേജേഴ്സ് ആയാലും ഈ ട്രേഡേഴ്സ് ആയാലും അവർക്കൊരു കിടക്കാൻ ഒരു സ്ഥലമില്ല. ബട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അതൊന്ന് നല്ലോണം കാണിച്ചു തരാം ഗൈസ്. ഇവിടെ സാധനം കണ്ടോ ഗൈസ്? ഫുൾ ബെഡ്, അങ്ങ് മുതൽ അങ്ങ് വരെയും ബെഡാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ഇട്ടേക്കണേ. പിന്നെ വൺ മോർ മാജിക് ഈസ് ദെയർ. പറക്കുന്നതൊന്നും മാറ്റണം. വേണ്ട. പൊളിച്ചു നോക്കിയാൽ ഡോറ് കാണാം. കണ്ടോ ഗൈസ്? ഇത് ഡോറുണ്ട്. ആ ഡോറാണ് നമ്മൾ മുമ്പേ പോയ ഡോറ്. ഈ വഴിയാണ് നമ്മൾ പോയത്.
ഒരു ഗ്ലാസ് അങ്ങ് വെച്ചേക്കല്ലേ. ചിലവൊക്കെ എനിക്കായാലും കാണണമെന്നൊന്നും കാണണ്ടേ. അപ്പോൾ ഓക്കെ ഗായ്സ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഇട്ടേക്കണേ ഗായ്സ്. ഇനി ഇതുപോലത്തെ ക്രേസി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ചിലപ്പോൾ FFൻ്റെ ഒക്കെ വരും. അപ്പോൾ ഗൈസ് ബൈ ബൈ, ടാറ്റാ, സീ യു.